നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊട്ടിയൂർ പീഡനം രണ്ടാം പ്രതി തങ്കമ്മ പോലീസിൽ കീഴടങ്ങിയത് ഇന്ന് രാവിലെ പേരാവൂർ CI മുമ്പാകെ. കേരളത്തിലെ സിവിൽ സർവീസ് 25 വർഷം കഴിഞ്ഞാലും ഇന്നത്തെ അവസ്ഥയിൽ തന്നെ നിലനിൽക്കണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവന്നതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ജീവനക്കാരുമായി ചർച്ച നടത്തിയാണ് തീരുമാനമെടുത്തതെന്നും ഉമ്മൻചാണ്ടി. സമരപ്രഖ്യാപന കൺവെൻഷനുമായി INTUC തോട്ടം തൊഴിലാളികൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകൾ വന്നത് UDF അധികാരത്തിലെത്തിയപ്പോഴാണെന്നും ഉമ്മൻചാണ്ടി. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം വർദ്ധിക്കാൻ കാരണം ലാഭത്തിൽ അധിഷ്ഠിതമായി ചിന്തിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയെന്ന് കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ P. സജിത. ഇതിനു മാറ്റം വരണമെങ്കിൽ യുവതി-യുവാക്കൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയോ ഗ്രന്ഥശാലയുടെയോ പ്രവർത്തകരാകണമെന്നും P. സജിത. ബത്തേരി രാജീവ് ഗാന്ധി ബൈപ്പാസ് ശിലാസ്ഥാപന കർമ്മം ഈ മാസം 20-ന് ശിലാസ്ഥാപന കർമ്മം വ്യവസായ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ നിർവഹിക്കും. ബൈപ്പാസ് നിർമ്മിക്കുന്നത് 92 ലക്ഷം രൂപ ചെലവിൽ. മൃഗസംരക്ഷണ പ്രവർത്തകർക്കായി പശുസഖി പദ്ധതിയുമായി കുടുംബശ്രീ. ലക്ഷ്യം മേഖലയിൽ പ്രവർത്തിക്കുന്ന സംരംഭകർക്ക് ഉൽപാദന വിപണന മേഖലകളിൽ ആവശ്യമായ പിന്തുണ നൽകൽ. പദ്ധതി ഉദ്ഘാടനം ഈ മാസം 20-ന്. കർഷകർക്ക് കണ്ണീരായി വേനൽമഴ. മാനന്തവാടി താലൂക്കിൽ കനത്ത കൃഷിനാശം. മഴയിൽ നിലംപൊത്തിയത് 10,000-ഓളം വാഴ. വിശദമായ വാർത്തകളിലേക്ക്. കൊട്ടിയൂർ പീഡന കേസിൽ രണ്ടാം പ്രതി തങ്കമ്മ നെല്ലിയാനി കീഴടങ്ങി. പേരാവൂർ CI സുനിൽകുമാറിന് മുന്നിലാണ് കീഴടങ്ങിയത്. അഭിഭാഷകയായ ബിമല ബിനുവിനൊപ്പം എത്തിയാണ് തങ്കമ്മ കീഴടങ്ങിയത്. രാവിലെ 6:20-ന് തങ്കമ്മ എത്തിച്ചേർന്ന ഉടൻ തന്നെ മൊഴിയെടുക്കൽ ആരംഭിച്ചു. 5 ദിവസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് തങ്കമ്മ കീഴടങ്ങാൻ എത്തിയത്. കേസിൽ ഇന്നലെ വയനാട് ജില്ലാ ശിശുക്ഷേമ സമിതി മുൻ ചെയർമാൻ ഫാദർ തോമസ് ജോസഫ് തേരകം, സിസ്റ്റർമാരായ ബെറ്റി ജോസഫ്, ഒഫീലിയ എന്നിവർ കീഴടങ്ങിയിരുന്നു. ഇവർക്ക് പിന്നീട് ജാമ്യം അനുവദിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പ്രതിയായ വൈദികനെ സംരക്ഷിക്കാൻ ശ്രമിച്ചെന്നും കുറ്റം മറയ്ക്കാൻ ശ്രമിച്ചെന്നുമാണ് ഇവർക്കെതിരെയുള്ള ആരോപണം. കേരളത്തിലെ സിവിൽ സർവീസിൽ 25 വർഷം കഴിഞ്ഞാലും ഇന്നത്തെ അവസ്ഥയിൽ തന്നെ നിലനിൽക്കണമെന്ന UDF തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി കൊണ്ടുവന്നതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. UDFന്റെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാരുമായി ചർച്ച ചെയ്ത് നടപ്പാക്കിയതാണ് പദ്ധതി. ഇന്നത്തെ സ്ഥിതിയിൽ അത് പിൻവലിക്കാൻ LDFന് കഴിയില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് തീരുമാനമെടുത്തതെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. സെറ്റോയുടെ വയനാട് ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് ഞങ്ങൾ എതിരല്ല, എന്നാൽ ജീവനക്കാരുമായി ചർച്ച ചെയ്ത് നടപ്പാക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുൻമന്ത്രി ആര്യാടൻ മുഹമ്മദ്, MI ഷാനവാസ് MP, IC ബാലകൃഷ്ണൻ MLA എന്നിവർ സംസാരിച്ചു. ജീവനക്കാരുമായി ചർച്ച ചെയ്യാതെ, ജീവനക്കാരെ കൂടി വിശ്വാസത്തിലെടുക്കാതെ ഏകപക്ഷീയമായി എടുത്തിട്ടുള്ള തീരുമാനങ്ങളും ഒരു നീതീകരണവുമില്ലാത്ത സ്ഥലം മാറ്റങ്ങൾ നമ്മുടെ ഭരണരംഗത്ത് വലിയ ദോഷകരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് UDF തീരുമാനിച്ചിട്ടുള്ളതാണ്, UDF വേണമെന്ന് തീരുമാനിച്ചിട്ടുള്ളതാണ്. പക്ഷേ ജീവനക്കാരുമായിട്ടുള്ള ചർച്ച ചെയ്തു. ജീവനക്കാർക്കുള്ള ആശങ്കകള്, തർക്കങ്ങള് അതൊക്കെ പരിഹരിക്കാവുന്നത്രയും പരിഹരിച്ചു. പക്ഷെ എന്നിട്ടും സെക്രട്ടേറിയറ്റിലെ സംഘടനകൾ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ സംഘടനകളും എന്നിട്ടും അതിനോട് വ്യത്യസ്തമായ സമീപനം സ്വീകരിച്ചു. തോട്ടം തൊഴിലാളികൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട സേവനവേതന വ്യവസ്ഥകൾ വന്നത് UDF ഭരിച്ചപ്പോഴാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ബത്തേരി INTUC റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചരിത്രത്തിലെ ഏറ്റവും വലിയ വേതന വർധനവ് നടത്തിയത് കഴിഞ്ഞ ഭരണത്തിൽ UDF ആണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. അന്ന് 500 രൂപ വേണമെന്ന ആവശ്യമുന്നയിച്ച ഇടതുപക്ഷം അധികാരത്തിലെത്തിയപ്പോൾ മിണ്ടാട്ടമില്ലാതായതും ഉമ്മൻചാണ്ടി പറഞ്ഞു. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ പറയുന്നതും ചെയ്യുന്നതും വിപരീത കാര്യങ്ങളാണ്. BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും അധികാരമില്ലാത്തപ്പോൾ തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുകയും അവസരം കിട്ടുമ്പോൾ ഇവർ തൊഴിലാളികളോട് നീതി പുലർത്തിയിട്ടില്ലെന്നും ഉമ്മൻചാണ്ടി ആരോപിച്ചു. ചരിത്രത്തിൽ ഏറ്റവും വലിയ വേതന വർധനവ്, കഴിഞ്ഞ പ്രാവശ്യത്തെ വേതന പരിഷ്കരണം, അത് വന്നപ്പോൾ INTUCയെ പരിഹസിച്ചു, UDF ഗവൺമെന്റിനെ എതിർത്തു. എന്താ പറഞ്ഞത്?
301 പോരാ, 500 വേണം. ഇപ്പൊ 500-കാരന് ഇപ്പം മിണ്ടാട്ടമില്ല. തോട്ടം ഉടമകൾ ഗവൺമെന്റിനോട് തന്നെ പ്രതിഷേധിച്ചു. ധാന്യവിളകളുടെ വിലയിടിവ് ഉള്ള സാഹചര്യത്തിൽ ഇത്രയും ഭീമമായ ഒരു വർധനവ് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിവില്ല, സാധിക്കില്ല. അവർ പറയുന്നതിനൊരു ന്യായമുണ്ടായിരുന്നു. ധാന്യവിളകളുടെ എല്ലാം വില താഴോട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. ഞങ്ങൾ പറയുന്നതിനെ ഞങ്ങൾ തള്ളി പറയുന്നില്ല. പക്ഷെ തൊഴിലാളികൾ എങ്ങനെ ജീവിക്കും? ജീവിത ചെലവിൽ വന്നിട്ടുള്ള വർധനവ്, അതിനവർക്ക് മിണ്ടാട്ടമില്ല. തോട്ടം തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ഇവർക്ക് പൂർണ്ണ സംരക്ഷണം നൽകാൻ സർക്കാരുകൾ ഉണർന്നു പ്രവർത്തിക്കണം. കർഷകരെ സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാണ്യവിളകളുടെ വിലയിടിവ് തടയാൻ കേന്ദ്ര സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ബത്തേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന സമരപ്രഖ്യാപന കൺവെൻഷനിൽ PN ശിവൻ അധ്യക്ഷനായിരുന്നു. ആര്യാടൻ മുഹമ്മദ്, MI ഷാനവാസ് MP, IC ബാലകൃഷ്ണൻ MLA, PP അലി, KK അബ്രഹാം, ND അപ്പച്ചൻ, KL പൗലോസ്, K സുരേന്ദ്രൻ, PC വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, ബത്തേരി. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം വർദ്ധിച്ചു വരുന്നതിന് പ്രധാന കാരണം ലാഭത്തിൽ അധിഷ്ഠിതമായി ചിന്തിക്കുന്ന സാമൂഹിക വ്യവസ്ഥയാണെന്ന് കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ P സജിത. ലോക വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി മാനന്തവാടി ഗാന്ധി പാർക്കിൽ കേരള മഹിളാ സമക്യ സൊസൈറ്റിയും പഴശ്ശി ഗ്രന്ഥാലയം വനിതാവേദിയും സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ. പരിപാടി ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A ദേവകി ഉദ്ഘാടനം ചെയ്തു. മൂലധനവും ലാഭവും നിയന്ത്രിക്കുന്ന ഈ വ്യവസ്ഥയിൽ സ്ത്രീയെ വിൽപ്പനച്ചരക്കായാണ് കാണുന്നതെന്നും ഇതിനെതിരെ സമൂഹമനസ്ഥിതി ഉണർന്നിരിക്കണമെന്നും ഈ നാട്ടിലെ യുവതിയുവാക്കൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയോ ഗ്രന്ഥശാലയുടെയോ പ്രവർത്തകരായാൽ മാത്രമേ ഈ വ്യവസ്ഥ മാറി സ്ത്രീയെ ബഹുമാനിക്കുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ കഴിയുകയുള്ളൂവെന്നും P സജിത പറഞ്ഞു. മാനന്തവാടി നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പ്രദീപ ശശി, കേരള മഹിളാ സമിതി ജില്ലാ ഓഫീസർ VD അംബിക, വനിതാവേദി അംഗം P ഉഷ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സാമൂഹിക നീതി വകുപ്പ് ആദിവാസി യുവതികളുടെ ഉന്നമനത്തിനായി നടപ്പിലാക്കുന്ന മൊട്ടതിക്കൂട്ടയുടെ നാടകവും നടന്നു. വയനാട് ന്യൂസ്, മാനന്തവാടി. സുൽത്താൻ ബത്തേരി നഗരസഭ രാജീവ് ഗാന്ധി മിനി ബൈപ്പാസ് ശിലാസ്ഥാപനം ഈ മാസം 20-ന് 12 മണിക്ക് സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ നിർവഹിക്കുമെന്ന് നഗരസഭാ അധികൃതർ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മിനി ബൈപ്പാസ് നിർമ്മാണത്തിനായി 92 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. 800 മീറ്റർ ദൂരം റീടാറിങ്ങിനും 400 മീറ്റർ ദൂരം 12 മീറ്റർ വീതിയിൽ സൈഡ് കെട്ടി മണ്ണ് ഫില്ല് ചെയ്യുന്നതിനും ഒരു കവേർട്ടർ നിർമ്മിക്കുന്നതിനുമാണ് ആദ്യഘട്ടത്തിൽ ഫണ്ട് വകയിരുത്തിയിരിക്കുന്നതെന്നും ഭരണസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബത്തേരി ചുങ്കം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച് കൈപ്പഞ്ചേരി വഴി ഗാന്ധി ജംഗ്ഷനിൽ എത്തിച്ചേരുന്നതാണ് പ്രസ്തുത ബൈപ്പാസ് റോഡ്. 2016 സ്ഥലോടമയും പുതിയ നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലം ഏറ്റെടുക്കൽ നടപടി ആരംഭിക്കുകയും അതിൻ്റെ ഭാഗമായി നമ്മൾ RDOയ്ക്ക് മാത്രമേ ഇത് ഏറ്റെടുക്കാനുള്ള അധികാരമുള്ളൂ. RDO മുഖാന്തരം ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തീകരിച്ച് ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന പത്രപരസ്യം കൊടുത്ത് അങ്ങനെ ഏറ്റെടുക്കൽ നടപടിക്രമം പൂർത്തീകരിച്ചതിന് ശേഷം വയലായതുകൊണ്ട് സംസ്ഥാനതല തണ്ണീർത്തട സംരക്ഷണ സമിതിയുടെ അനുമതി ആവശ്യമുണ്ടായിരുന്നു. ഗവൺമെൻറ് മാറ്റത്തിൻ്റെ ഭാഗമായി പുതിയ തണ്ണീർത്തട സംരക്ഷണ സമിതി രൂപീകരണത്തിന് ഉണ്ടായ ചെറിയ കാലതാമസം. പക്ഷേ എങ്കിലും ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ നമ്മുടെ ഈ പദ്ധതി വെക്കുകയും അംഗീകാരം നൽകുകയും ചെയ്തു. മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംരംഭകർക്ക് ഉൽപാദന വിപണന മേഖലയിൽ ആവശ്യമായ പിന്തുണ ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പശു സഖി പദ്ധതി നടപ്പാക്കുന്നു. പദ്ധതി ഉദ്ഘാടനം 20-ന് നടക്കും. ആദ്യഘട്ടത്തിൽ വയനാട്, കണ്ണൂർ, പാലക്കാട്, ഇടുക്കി എന്നീ ജില്ലകളിലെ 50 കുടുംബശ്രീ അംഗങ്ങൾക്ക് പരിശീലനം നൽകും. മൃഗസംരക്ഷണ, വരുമാനാദായക പ്രവർത്തനങ്ങളുടെ ശാസ്ത്രീയത, ഫലപ്രദമായ നടത്തിപ്പ് എന്നിവ സംബന്ധിച്ച് പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ വെച്ചാണ് 10 ദിവസത്തെ പരിശീലനം. കുടുംബശ്രീ മുഖേന നടപ്പാക്കി വരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ മഹിളാ കിസാൻ ശാക്തീകരൺ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പശുസഖി നടപ്പാക്കുന്നത്. 1.56 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്നത്. നിരവധിയായ പദ്ധതികളാണ് സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണം, കാർഷിക മേഖലയിലേക്കുള്ള അവരുടെ കടന്നുവരവിനെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ളത്. അതിലേറ്റവും പുതിയ ഒരു പദ്ധതിയായിട്ടാണ് പശു സഖി നമ്മൾ അവതരിപ്പിക്കുന്നത്. സംസ്ഥാന മിഷൻ വെറ്റിനറി സർവകലാശാലയുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ ബ്ലോക്കുകളിൽ നിന്നുമായിട്ട് 1600 സ്ത്രീകൾക്കാണ്
ഈ പദ്ധതിയുടെ ഭാഗമായി ട്രെയിനിങ് കൊടുക്കുന്നത്. സംസ്ഥാനതലത്തിൽ 600 വനിതകളെ തെരഞ്ഞെടുത്ത വെറ്റിനറി സർവകലാശാലയിലേക്കും മൃഗസംരക്ഷണ വകുപ്പിലേക്കും വിദഗ്ധരുടെ നേതൃത്വത്തിൽ ആവശ്യമായ പരിശീലനം നൽകാനാണ് ലക്ഷ്യമിടുന്നത്. പരിശീലനത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം 20-ന് കൽപ്പറ്റ നിയോജകമണ്ഡലം MLA CK ശശീന്ദ്രൻ നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് T ഉഷാകുമാരി അധ്യക്ഷത വഹിക്കും. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ S ഹരികിഷോർ, വൈത്തിരി പഞ്ചായത്ത് പ്രസിഡന്റ് V ഉഷാകുമാരി, യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ജോസഫ് മാത്യു, കുടുംബശ്രീ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സലീം, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ഗീത തുടങ്ങിയവർ പ്രസംഗിക്കും. വയനാട് ന്യൂസ്, കൽപ്പറ്റ. കർഷകർക്ക് കണ്ണീരായി വേനൽ മഴ. കനത്ത കൃഷിനാശമുണ്ടായത് മാനന്തവാടി താലൂക്കിൽ. 10,000-കണക്കിന് വാഴകളാണ് ഇവിടെ നിലംപൊത്തിയത്. ചൊവ്വാഴ്ച വൈകിട്ടുണ്ടായ വേനൽമഴ ചുട്ടുപൊള്ളുന്ന വയനാടിന് തെല്ലൊരു ആശ്വാസമായെങ്കിലും കർഷകർക്ക് കണ്ണീർ മഴയായി. ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും വേനൽമഴ ലഭിച്ചെങ്കിലും ലഭിച്ച പ്രദേശങ്ങളിലെല്ലാം കൃഷിനാശം വിതച്ചാണ് മഴ പെയ്തൊഴിഞ്ഞത്. തരിയോട് പഞ്ചായത്തിലെ കാവുമന്തം കാലിക്കുനി പ്രദേശത്തെ കൂത്തുപറമ്പത്ത് വാസുദേവന്റെ 32,000-ലധികം വാഴയും മരച്ചീനിയും നിലംപൊത്തി. പ്രദേശത്തെ മഞ്ചപ്പള്ളി അഷ്റഫ്, മൊയ്തീൻ, റഷീദ്, അസീസ് എന്നിവരുടെ 3,500 വാഴകളും, പാലുവയൽ ജയരാജൻ, പാറക്കൽ ബിജു, ചെറുകര പ്രശാന്ത്, തുണ്ടേരിക്കണ്ടി ഗോപി, ബാലകൃഷ്ണൻ, പുരയ്ക്കൽ ജിൻസ്, ബേബി എന്നിവരുടെ 1000-കണക്കിന് വാഴകളും ആഞ്ഞടിച്ച കാറ്റിൽ നിലംപൊത്തി. നിലംപൊത്തിയ വാഴകളെല്ലാം മൂപ്പത്തിയവയും. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് തരിയോട് മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ കാവുമന്തം കാൽക്കുനി ഭാഗത്തുള്ള ഒരു 10-20ഓളം കർഷകരുടെ വാഴ കണ്ടമാനം പോയിട്ടുണ്ട്. എൻ്റെ വാഴ ഇതൊരു 2000 പ്ലോട്ടിൻ്റെ വാഴയാണ്. ഈ 2000 പ്ലോട്ടിൽ ആകെ ഒരു 10-50 വാഴ നിൽക്കുന്നുള്ളൂ. പക്ഷേ ബാക്കി മുഴുവൻ വീണ് പോയിട്ടുണ്ട്. ഒത്തിരി പൈസയുടെ നഷ്ടമുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, കാലവർഷക്കെടുതിയിൽ കൃഷിനാശത്തിന് നഷ്ടപരിഹാരം കൊടുക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല വേനൽമഴയിലെ നഷ്ടപരിഹാരം. ഇതിനെ ഗവൺമെൻറ് തലത്തിൽ പ്രത്യേക തീരുമാനങ്ങളൊക്കെ വേണം. അതുകൊണ്ട് തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ നാശം സംഭവിച്ച പ്രദേശത്ത് നേരിൽ വന്ന് കൃഷി പരിശോധിച്ച് ബോധ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കൃഷിക്കാർക്ക് സംഭവിച്ചിട്ടുള്ള വലിയ നഷ്ടം നികത്താൻ ആവശ്യമായ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് കിസാൻ സഭയ്ക്ക് ആവശ്യപ്പെടാനുള്ളത്. നിലവിൽ നല്ല ഭേദപ്പെട്ട വിലയാണ് വാഴയ്ക്ക് മാർക്കറ്റിലുള്ളത്. 10-20 ദിവസം കഴിഞ്ഞാൽ കൊലകൊത്തി വിൽക്കാൻ കഴിയുമെന്ന സാഹചര്യത്തിലാണ് വേനൽമഴയിൽ വാഴകൾ നിലംപൊത്തിയത്. അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചാൽ മാത്രമേ കണ്ണീരിൽ കുതിർന്ന കർഷക മനസ്സുകൾക്ക് ആശ്വാസമാവൂ. വയനാട് ന്യൂസ്, കൽപ്പറ്റ. ഇഞ്ചി കൃഷിയുമായി മലയാളി കർഷകർ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറുന്നു. കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലായിരുന്നു സമീപകാലം വരെ മലയാളി കർഷകർ വ്യാപകമായി ഇഞ്ചി കൃഷി ചെയ്തിരുന്നത്. അസം, ഒഡീഷ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഗോവ, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലാണ് ഇഞ്ചി കൃഷിയുമായി കർഷകർ എത്തിയിരിക്കുന്നത്. കർണാടകയിലും തമിഴ്നാട്ടിലും പാട്ടത്തുക ഉയർന്നതും മണ്ണിന്റെ ഘടനയിലുണ്ടായ മാറ്റവും ജലസേചന സൗകര്യങ്ങളുടെ കുറവുമാണ് കർഷകരെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ചേക്കാറാൻ പ്രേരിപ്പിച്ചത്. 15 വർഷം മുമ്പാണ് വയനാട്ടിൽ നിന്നടക്കമുള്ള കർഷകർ അയൽ സംസ്ഥാനങ്ങളിൽ ഇഞ്ചി കൃഷിയിൽ സജീവമായത്. തുടക്കത്തിൽ 10,000 രൂപയായിരുന്നു ഒരേക്കർ സ്ഥലത്തിന് പാട്ടത്തുക. ഒരു വർഷം ഭൂമി ഉപയോഗിക്കാനുള്ള അവകാശം ഇതിലൂടെ കർഷകന് ലഭിച്ചു. തമിഴ്നാട്ടിലും കർണാടകയിലും ഇഞ്ചി കൃഷി വ്യാപകമായതോടെ പാട്ടത്തുകയും ഉയർന്നു. കഴിഞ്ഞ 2 വർഷങ്ങളിലും ഒരേക്കർ ഭൂമിക്ക് കർണാടകയിൽ 75,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ പാട്ടത്തുക നൽകിയാണ് കർഷകർ കൃഷി നടത്തിയത്. ഛത്തീസ്ഗഡിലും മഹാരാഷ്ട്രയിലും കൂലി കുറവാണ്. 120 രൂപ പുരുഷ തൊഴിലാളികൾക്കും സ്ത്രീ തൊഴിലാളികൾക്ക് 80 രൂപയുമാണ് കൂലി. ഒരേക്കർ ഭൂമി പാട്ടത്തിന് കിട്ടാൻ 8,000 രൂപ മുതൽ 10,000 രൂപ വരെ നൽകിയാൽ മതി. ജലസേന സൗകര്യവും ധാരാളമുണ്ട്. കുഴൽക്കിണർ കുഴിച്ചാൽ 80 അടി ആഴത്തിൽ വരെ വെള്ളം ലഭിക്കാറുണ്ട്. ആദ്യമായി ഇഞ്ചി കൃഷി നടത്തുന്നതുകൊണ്ട് നല്ല വിളവും ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കർഷകർ. കർണാടകയിലെ കുടകിലും മൈസൂരുവിലും മറ്റുമായിരുന്നു ധാരാളമായി ഇഞ്ചി കൃഷി ഉണ്ടായിരുന്നത്. ഇത്തവണ വിലക്കുറവ് മൂലം പല കർഷകരും കൃഷിയിൽ നിന്ന് പിന്മാറി. ഉയർന്ന പാട്ടത്തുക നൽകി കൃഷി നടത്തിയാൽ മിച്ചമൊന്നും ഉണ്ടാകില്ലെന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇഞ്ചി കൃഷിയിൽ പുത്തൻ പ്രതീക്ഷകളുമായി കർഷകർ ദൂരദിക്കുകളിലേക്ക് ചേക്കേറുന്നത്. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. ഫാസിസത്തിനെതിരെ കലയുടെ പ്രതിരോധം എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. മാർച്ച് 20 മുതൽ 27 വരെ മീനങ്ങാടി 54 മസ്ജിദ് ഹാളിലാണ് പ്രദർശനം നടക്കുന്നത്. ഈ മാസം 20 മുതൽ 27 വരെയാണ് മീനങ്ങാടി SA മജീദ് ഹാളിൽ വൈകിട്ട് 6 മണിക്കാണ് പ്രദർശനം നടക്കുന്നത്. 20-ന് വൈകിട്ട് 4 മണിക്ക് മീനങ്ങാടി പൊതുസ്റ്റേജിൽ വെച്ച എഴുത്തുകാരനും നിരൂപകനുമായ OK ജോണി ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സുരേഷ് താളൂർ മുഖ്യപ്രഭാഷണം നടത്തും. മീനങ്ങാടി SA മജീദ് ഹാളിൽ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്കാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. ഇത്തരത്തിലൊരു മുദ്രാവാക്യവുമായി ഞങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ പൊതുജനത്തിൻ്റെ ഇടയിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതികരണം, സപ്പോർട്ടും DYFക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ ബഹുജന പങ്കാളിത്തത്തോടുകൂടി സംഘാടന സമിതി രൂപീകരിക്കുകയും അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും
ഏകദേശം എല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഉദ്ഘാടന ദിവസമായിട്ടുള്ള മാർച്ച് 20-ാം തീയതി പ്രശസ്ത എഴുത്തുകാരനും നിരൂപകനുമായിട്ടുള്ള OK ജോണി ഫിലിം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയും സുരേഷ് താളൂർ മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്യും. ആദ്യ ദിനം MT വാസുദേവൻ നായർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിർമ്മാല്യവും പിന്നീടുള്ള ദിവസങ്ങളിൽ യഥാക്രമം പർസാനിയ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, വിസാരണെ, ലാൻഡ്സ് ആൻഡ് ഫ്രീഡം, വിലാപങ്ങൾക്കപ്പുറം, ദ പിയാനിസ്റ്റ്, ലാൻഡ്സ് ഓഫ് മൈൻ എന്നീ ചിത്രങ്ങളും പ്രദർശിപ്പിക്കും. ജില്ലയിലെ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഓരോ ദിവസത്തെ പ്രദർശനങ്ങളിലും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വയനാട് ന്യൂസ്, കൽപ്പറ്റ. മേപ്പാടി തൃക്കൈപ്പറ്റ ചേലേരിക്കാവ് അംഗൻവാടിയിൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് മലിനജലം. കിണർ വൃത്തിയാക്കി സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. ഒരു പതിറ്റാണ്ടിലേറെ കാലമായി അംഗൻവാടിയിലെ കുടിവെള്ളത്തിനായി നിർമ്മിച്ച കിണറാണ് മലിനമായിരിക്കുന്നത്. 30ഓളം കുട്ടികളാണ് ഈ അംഗൻവാടിയിലുള്ളത്. ഇവരുടെ സുരക്ഷ ഉറപ്പുവരുത്താനാവുന്ന വിധം അംഗൻവാടി ജീവനക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗ്രാമപഞ്ചായത്തോ ആരോഗ്യവകുപ്പോ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇതൊന്ന് നന്നാക്കിയെടുക്കാനും കൂടി പഞ്ചായത്ത് തയ്യാറാവാത്തൊരു അവസ്ഥയുള്ളത്. ഈ കുട്ടികൾ കുടിക്കുന്ന വെള്ളമല്ലേ അവിടെ തരാറായി കിടക്കുക. പിന്നെ വേണ്ടി വന്ന അത്യാവശ്യം അയൽവാസിയൊക്കെ കൂടി മുക്കാലിനൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പഞ്ചായത്ത് കിണറാണ്. പക്ഷെ ഇതിൻ്റെ സ്ഥിതി ഇതാണ്, എന്താ ചെയ്യുക? 10 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച കിണർ ഇതുവരെയായും വൃത്തിയാക്കിയിട്ടില്ല. ഒരു മഴ പെയ്താൽ റോഡരികിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളം കിണറിലേക്കാണ് ഒഴുകുന്നത്. ആവശ്യങ്ങൾക്ക് വെള്ളം എടുക്കണമെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിക്കണം. മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഈ കിണറിലെ മലിനജലം മാത്രമാണ് ഇവർക്ക് ആശ്രയമുള്ളൂ. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന കാലത്ത് പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന വിദ്യാലയം എന്ന പരിഗണന പോലും ഇല്ലാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നു. വയനാട് ന്യൂസ്, മേപ്പാടി. ദേശീയപാത രാത്രിയാത്രാ നിരോധനം ഫ്രീഡം ടു മൂവ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നിവേദനം നൽകി. റോഡ് തുറക്കുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് കാണിച്ചാണ് നിവേദനം നൽകിയത്. തുടർന്ന് സംസാരിച്ചപ്പോൾ വയനാടിന്റെ മാത്രമല്ല കേരളത്തിന്റെ യാത്രാ സ്വാതന്ത്ര്യത്തിനേറ്റ തിരിച്ചടിയാണ് രാത്രിയാത്രാ നിരോധനമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് നീക്കിക്കിട്ടാൻ UDF സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ 4 തവണ ബാംഗ്ലൂർ പോയി കർണാടക മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നെന്നും ഇനിയും ചർച്ചയ്ക്ക് പോകാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. 4 പ്രാവശ്യം ബാംഗ്ലൂർ പോയി ചർച്ച നടത്തി, പക്ഷേ ഒരു പ്രോഗ്രസുമില്ല. വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിലൊന്നും നമ്മൾ എതിരല്ല. പക്ഷേ ഒരു നാടിനെ മുഴുവൻ 12 മണിക്കൂർ, എല്ലാ ദിവസവും 12 മണിക്കൂർ വേർപെടുത്തിക്കൊണ്ട് യാത്രകൾ നിരോധിച്ചുകൊണ്ട് ഇങ്ങനെ എത്ര നാൾ പോകാൻ സാധിക്കും? അതിന് മറ്റൊരു മാർഗവുമില്ലെങ്കിൽ ബദൽ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം. ബദൽ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതായിരുന്നാലും ഫ്രീഡം ടു മൂവ് അവര് ഈ കാര്യത്തിൽ എല്ലാവരുടെയും സഹായത്തോടെ വായ്പാ കുടിശ്ശിക മുടങ്ങിയതിന്റെ പേരിൽ ബാങ്കുകൾ കർഷകരെ പീഡിപ്പിക്കുന്നതായി പരാതി. സാമ്പത്തിക വർഷം അവസാനിക്കാറായതോടെ വായ്പാ തിരിച്ചടവ് ലഭിച്ചില്ലെന്നാരോപിച്ച് ബാങ്ക് അധികൃതർ വായ്പയെടുത്ത് കാലാവധി കഴിഞ്ഞ കർഷകർക്ക് വക്കീൽ നോട്ടീസ് അയച്ചും വീടുകൾ കയറിയിറങ്ങി ഭൂമികൾ ജപ്തി ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയും കർഷകരെ ദ്രോഹിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നാണ് പരാതി. സാമ്പത്തിക പ്രതിസന്ധി മൂലം വായ്പാ തിരിച്ചടവ് മുടങ്ങിയ കർഷകരുടെ വായ്പകൾ സ്വകാര്യ ഏജൻസിക്ക് കൈമാറി ബാങ്ക് അധികൃതർ വായ്പയ്ക്ക് ഈടുവെച്ച ഭൂമികൾ സ്ഥലമുടമയറിയാതെ വിൽപ്പന നടത്താനുള്ള ശ്രമങ്ങളും ആരംഭിച്ചതോടെ കർഷകർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ കാർഷിക വായ്പയെടുത്ത കർഷകർക്കെതിരെ ജപ്തി നടപടി സ്വീകരിക്കുമ്പോൾ അതിനെ എതിർത്തിരുന്ന കർഷക സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ പ്രശ്നത്തിൽ ഇടപെടാതെ വന്നതോടെ ബാങ്ക് അധികൃതർക്ക് ആരെയും ഭയക്കേണ്ടാത്ത അവസ്ഥയാണ്. കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനാൽ പ്രശ്നത്തിൽ ഇടപെടാൻ കർഷക സംഘടനകൾക്ക് കഴിയാതെ വന്നതും ബാങ്ക് അധികൃതർ ഇത്തരം നടപടികൾക്ക് കാരണമായിട്ടുണ്ട്. വായ്പ മുടങ്ങിയ കർഷകരുടെ വായ്പകൾക്ക് സാവകാശം ചോദിച്ചിട്ടും നൽകാൻ പോലും ബാങ്ക് അധികൃതർ തയ്യാറാവുന്നില്ല. പലിശ, പിഴപ്പലിശ, മുടക്കുപലിശ, ഫീസ്, വക്കീൽ ഫീസ് എന്നിവ ഉൾപ്പെടെ വായ്പ മുടങ്ങിയ കർഷകരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന അവസ്ഥയാണ് ഈ മേഖലയിൽ. പുൽപ്പള്ളി, മുള്ളംകൊല്ലി പഞ്ചായത്തുകളിൽ മാത്രം 900-ലധികം കർഷകർക്കാണ് ജപ്തി ഭീഷണിയുള്ളത്. വായ്പയെടുത്ത കർഷകർക്ക് സാവകാശം നൽകി തവണ വ്യവസ്ഥയിൽ ലോൺ അടയ്ക്കാൻ തയ്യാറായിട്ടും ബാങ്കുകൾ വായ്പയെടുത്തവരെ സഹായിക്കാൻ തയ്യാറാകാത്തത് മേഖലയിൽ കർഷകരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. ചീരാൽ AUP സ്കൂളിൽ സമീപ പ്രദേശത്തെ 10ഓളം അംഗൻവാടികളിലെ കുരുന്നുകൾ ബാലോത്സവം 2016-17 എന്ന പേരിൽ കലാപരിപാടികൾ അവതരിപ്പിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് M. സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. കണ്ണിവട്ടം കേശവൻ ചെട്ടി, മല്ലിക സോമശേഖരൻ, സരള ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുരുന്നുകൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകി.
വള്ളിയൂർക്കാവ് മഹോത്സവം എക്സിബിഷൻ ട്രേഡ് ഫെയറിന് തുടക്കമായി. മാനന്തവാടി നഗരസഭാ ചെയർമാൻ VR പ്രവീജ് ഉദ്ഘാടനം നിർവഹിച്ചു. ട്രസ്റ്റി HM ഗോപി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രദീപ ശശി, കൌൺസിലർമാരായ ശ്രീലത കേശവൻ, കടവത്ത് മുഹമ്മദ്, KV ജുബൈർ, എക്സിക്യൂട്ടീവ് ഓഫീസർ KV നാരായണൻ നമ്പൂതിരി, ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കമ്മനൻ മോഹനൻ, സെക്രട്ടറി PV സുരേന്ദ്രൻ, U പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ച് 17 മുതൽ 28 വരെയാണ് ട്രേഡ് ഫെയർ. 250-ലധികം സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ സ്റ്റാളുകൾ, ദിവസവും വൈകിട്ട് വൈവിധ്യമാർന്ന കലാപരിപാടികൾ തുടങ്ങിയവയും ഉണ്ടാകും. ബത്തേരിയിൽ ഇന്ന് ആരംഭിച്ച മുട്ട ഫെസ്റ്റിന്റെ മുന്നോടിയായി ബത്തേരി മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിലെയും വെറ്ററിനറി പോളിക്ലിനിക് ജീവനക്കാരുടെയും നേതൃത്വത്തിൽ വിളംബര ജാഥ നടത്തി. എഗ് ഫെസ്റ്റ് നടത്തുന്ന വെറ്ററിനറി കോമ്പൗണ്ട് പരിസരത്തു നിന്നും ആരംഭിച്ച വിളംബര ജാഥ ടൗൺ ചുറ്റി സമാപിച്ചു. SSA വയനാടിന്റെ ആഭിമുഖ്യത്തിൽ മാനന്തവാടി നഗരസഭയിലെ LP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ബ്ലൂംസ് എന്ന പേരിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. മാനന്തവാടി ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ച ഫെസ്റ്റ് നഗരസഭാ കൌൺസിലർ ശോഭാരാജൻ ഉദ്ഘാടനം ചെയ്തു. M മുരളീധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. V ഹക്കീം, A സത്യാവതി, PK സുരേഷ്, സിൽവിയ ജോസഫ് എന്നിവർ സംസാരിച്ചു. 9 വിദ്യാലയങ്ങളിൽ നിന്നായി 140 വിദ്യാർത്ഥികൾ ഫെസ്റ്റിൽ പങ്കെടുത്തു. വരയാൽ ശ്രീ കുരിക്കിലാൽ വരദായിനി ദേവി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം നാളെ നടക്കുമെന്ന് സംഘാടക സമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10:30 പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിക്കും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് വെള്ളൻ എടമന രാധാകൃഷ്ണൻ, K ദിലീപ് കണ്ണൻ എന്നിവർ പങ്കെടുത്തു. 19-ാം തീയതി പൊങ്കാല മഹോത്സവം നടത്തുകയാണ്. ഈ പൊങ്കാല മഹോത്സവത്തിലേക്ക് കുടയിൽ നിന്നും അതുപോലെ തലശ്ശേരി, വടകര, കോഴിക്കോട് തുടങ്ങിയ വയനാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ഈ ക്ഷേത്രത്തിൽ ഇത് കൂടാതെ, പൊങ്കാല കൂടാതെ വലിയവട്ടം കുരിശി, തായമ്പകം, സ്വയംവര പൂജ തുടങ്ങിയവ ഉണ്ടായിരുന്നതാണ്. അതുപോലെ ഈ പൊങ്കാലയ്ക്ക് ആവശ്യമായ കിറ്റുകൾ ഈ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഈ പൊങ്കാല മഹോത്സവത്തിൽ എല്ലാ ആളുകളെയും സ്വാഗതം ക്ഷണിച്ചു. ബത്തേരി വിനായക നഴ്സിംഗ് കോളേജിലെ 2ാം ബാച്ച് വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങും കോളേജ് ഡേയും മാഗസിൻ പ്രകാശനവും ഈ മാസം 22-ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MKC നായർ നിർവഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കോളേജ് ഓഫ് നഴ്സിംഗിന്റെ 2ാമത്തെ ബാച്ചിന്റെ ഗ്രാജുവേഷൻ സെറമണിയാണ്. സുൽത്താൻ ബത്തേരി വിനായക നഴ്സിംഗ് കോളേജിലെ 2ാം ബാച്ച് BSc നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് 22/3/2017 ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. തദവസരത്തിൽ ഇതിൻ്റെ ഔപചാരിക ഉദ്ഘാടനവും ബിരുദദാനവും നടക്കുന്നത്. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം നിർവഹിച്ചു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PS ഗിരീഷ് കുമാർ അധ്യക്ഷനായിരുന്നു. IC ബാലകൃഷ്ണൻ MLA, സുരേഷ് ബാബു വാളാട്, KK അബ്രഹാം, ND അപ്പച്ചൻ, MV രാജൻ, ടോമി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കൽപ്പറ്റ ആനപ്പാലത്തിന് സമീപമാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. കുഞ്ഞോം AP സ്കൂൾ നിലവിൽപ്പുഴ പ്രതിഭാ സംഗമവും സ്കൂളിന്റെ 110ാം പിറന്നാൾ ആഘോഷവും MLA OR കേളു ഉദ്ഘാടനം ചെയ്തു. പാഠ്യേതര രംഗങ്ങളിൽ സംസ്ഥാനതലത്തിൽ വരെ പങ്കെടുത്ത് സമ്മാനാർഹരായ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. തൊണ്ടർനാട് പഞ്ചായത്ത് പ്രസിഡന്റ് PA ബാബു അധ്യക്ഷനായിരുന്നു. വയനാട് ന്യൂസ് ഇനി മുതൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ലഭിക്കും. യൂട്യൂബിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ youtube.com/user/വയനാട് vision/videos എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ facebook.com/WV വയനാട് ന്യൂസ്. പ്രധാന വാർത്തകൾ വീണ്ടും. കൊട്ടിയൂർ പീഡനം 2ാം പ്രതി തങ്കമ്മ പോലീസിൽ കീഴടങ്ങിയത് ഇന്ന് രാവിലെ പേരാവൂർ CI മുമ്പാകെ. കേരളത്തിലെ സിവിൽ സർവീസ് 25 വർഷം കഴിഞ്ഞാലും ഇന്നത്തെ അവസ്ഥയിൽ തന്നെ നിലനിൽക്കണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവന്നതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ജീവനക്കാരുമായി ചർച്ച നടത്തിയാണ് തീരുമാനമെടുത്തതെന്നും ഉമ്മൻചാണ്ടി. സമരപ്രഖ്യാപന കൺവെൻഷനുമായി INTUC, തോട്ടം തൊഴിലാളികൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകൾ വന്നത് UDF അധികാരത്തിലെത്തിയപ്പോഴാണെന്നും ഉമ്മൻചാണ്ടി. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം വർദ്ധിക്കാൻ കാരണം ലാഭത്തിൽ അധിഷ്ഠിതമായി ചിന്തിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയെന്ന് കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ P. സജിത.
ഇതിനു മാറ്റം വരണമെങ്കിൽ യുവതി യുവാക്കൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയോ ഗ്രന്ഥശാലയുടെയോ പ്രവർത്തകരാകണമെന്നും പി സജിത. ബത്തേരി രാജീവ് ഗാന്ധി ബൈപ്പാസ് ശിലാസ്ഥാപന കർമ്മം ഈ മാസം 20-ന് ശിലാസ്ഥാപന കർമ്മം വ്യവസായ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ നിർവഹിക്കും. ബൈപ്പാസ് നിർമ്മിക്കുന്നത് 92 ലക്ഷം രൂപ ചെലവിൽ. മൃഗസംരക്ഷണ പ്രവർത്തകർക്കായി പശുസഖി പദ്ധതിയുമായി കുടുംബശ്രീ. ലക്ഷ്യം മേഖലയിൽ പ്രവർത്തിക്കുന്ന സംരംഭകർക്ക് ഉൽപാദന വിപണന മേഖലകളിൽ ആവശ്യമായ പിന്തുണ നൽകൽ. പദ്ധതി ഉദ്ഘാടനം ഈ മാസം 20-ന്. കർഷകർക്ക് കണ്ണീരായി വേനൽ മഴ. മാനന്തവാടി താലൂക്കിൽ കനത്ത കൃഷിനാശം. മഴയിൽ നിലംപൊത്തിയത് 10,000-ഓളം വാഴ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.